മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയാൻ പറ്റും അത് എമ്പുരാനാണെന്ന്. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയും എമ്പുരാനാണ്. ഏറ്റവും വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള സിനിമയും എമ്പുരാനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയും എമ്പുരാനാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഒഫീഷ്യലായിട്ട് ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ ഒഫീഷ്യലായിട്ട് സമ്മതിച്ചിട്ടുണ്ട് 325 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസ് ഈ സിനിമ നേടിയെന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോഴും പറയുന്നത് വേൾഡ് വൈഡ് ഗ്രോസ് ആണ്, ഷെയർ അല്ല. ഷെയർ ഓൾമോസ്റ്റ് 115 കോടി രൂപ വന്നു എന്നാണ്, തിയേറ്ററിക്കൽ ഷെയർ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ തിയേറ്റേഴ്സിന് കിട്ടിയിട്ടുള്ള എമൗണ്ട് 115 കോടി രൂപ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രീവിയസ് ബെസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു, 86 കോടി രൂപയായിരുന്നു. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിനും അതുപോലെ 2018 എല്ലാ സിനിമകളിലും അടിച്ച് പരത്തിയിട്ട് ബോക്സ് ഓഫീസിൽ നമ്പർ 1 പൊസിഷനിൽ ഇപ്പോൾ എമ്പുരാനാണ്. നമുക്കറിയാം എമ്പുരാൻ സിനിമ റിലീസ് ചെയ്ത ടൈമും റിലീസിന് മുമ്പ് ഉണ്ടായിരുന്ന സംഭവം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടും അതിന് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ, റിലീസിന് മുമ്പ് വരെ പ്രൊമോഷൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ശരി തന്നെയാണ്, ഒരു പരിധിവരെ കറക്റ്റ് തന്നെയാണ്. ലൈക്ക് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഗോകുലം ഗോപാലൻ്റെ ഗോകുലം സിനിമാസ് അതിൽ എൻ്ററായി. സിനിമയ്ക്ക് മുമ്പുള്ള ഹൈപ്പ് ഹൈപ്പ് ട്രെയിലറിന് ശേഷം ഭീകരമായിട്ട് വന്നു. ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് ഒരു ചരിത്രമായി മാറി. 24 മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് ബുക്കിംഗ് എമ്പുരാൻ നേടി. സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മിക്സഡ് റെസ്പോൺസ് വിത്ത് നെഗറ്റീവ് റിവ്യൂസ് പടത്തിന് വന്നു. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഒരു ആവറേജ് അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളത്. ലൂസിഫറിന് മേലെ ഒരിക്കലും എനിക്ക് എമ്പുരാൻ തോന്നിയിട്ടില്ല. പക്ഷേ എമ്പുരാൻ സിനിമ ടെക്നിക്കൽ ക്വാളിറ്റിയും പ്രൊഡക്ഷൻ സൈഡൊക്കെ ഗംഭീരമായിരുന്നു, അതിലൊരു തർക്കം പറയാനില്ല. പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന നമുക്കൊരു മാസീവ് അല്ലെങ്കിൽ ഒരു ഗൂസ് ബംസ് എന്നുള്ള ലെവലിൽ ഒന്നും എമ്പുരാൻ എനിക്ക് തരാൻ സാധിച്ചിട്ടില്ല. കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയാണെങ്കിലും ഉള്ളത് പോലെ പറയണമെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കളക്ഷൻ വൈസ് ഈ സിനിമ ഗംഭീര ഹിറ്റാണ്. കുറേ ആളുകൾ പറയണ കണ്ടു ഈ സിനിമയുടെ OTT റൈറ്റ്സ് സെയിലായിട്ടില്ല, OTT ഡീല് നടന്നിട്ടില്ല, പേപ്പർ വ്യൂവിലാണ് എമ്പുരാൻ പോലത്തെ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. അത് ചില ആളുകളുടെ ഒരു ജൽപ്പനം അല്ലെങ്കിൽ ചില ആളുകളുടെ കരച്ചിൽ, ചില നടന്മാരുടെ ഫാൻസാണ്. അത് ഞാൻ ആരാന്ന് പറയുന്നില്ല. പക്ഷേ നല്ല ഫാൻസുകാരുണ്ട്, അതിനെ എതിർത്തിട്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഇത് അംഗീകരിക്കാത്ത ഫാൻസുകാരുണ്ട് അവരുടെ കയ്യിൽ. ചില ആളുകളെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ OTT ഡീല് നടന്നിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് വിവരം എന്ന് പറയുന്നത് 70 കോടി രൂപയ്ക്കാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഈ സിനിമ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന 25-ാം തീയതി ഈ സിനിമ OTT റിലീസ് ചെയ്യും. തുടരും വന്ന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കണക്കൂട്ടി ചെയ്യണമെന്നാണോ നമുക്കറിയില്ല. സാറ്റലൈറ്റ് റൈറ്റ്സ് പോയിട്ടുള്ള 30 കോടിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 100 കോടി രൂപ അങ്ങനെ തന്നെ കളക്ഷൻ വന്നു. പിന്നെ തിയേറ്ററിക്കൽ ഗ്രോസ് ഒരു 325, അതായത് തിയേറ്ററിക്കൽ റൈറ്റ്സ് ഒരു 115 കോടി രൂപ അങ്ങനെ കിട്ടി. അപ്പം എങ്ങനെ നോക്കുകയാണെങ്കിലും എമ്പുരാൻ പോലെ ഒരു സിനിമ പ്രോഫിറ്റാണ്, പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റാണ് ആ പടം. ചില സിനിമകൾ നമുക്ക് കണ്ടറിയാം ഈ പടം എത്ര കളക്ഷൻ നേടിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിച്ചു പോകും. പക്ഷെ ആ സിനിമ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ നല്ല രീതിയിൽ പ്രൊഡ്യൂസർക്ക് നല്ല ലാഭം ഉണ്ടായിട്ടുള്ള സിനിമയാണ്. അത് അവരുടെ ഒരു മുഖത്തൊരു കാര്യം എന്നുകൊണ്ടാൽ നമുക്ക് ഏകദേശം പറയാൻ പറ്റും ഈ സിനിമ നഷ്ടമാണോ എന്നുള്ളത്. പിന്നെ ചില ആളുകൾ പറയും ഈ സിനിമ വൺ ഫ്ലോപ്പാണ്, പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലിനും മാനിനെ പെരുമ്പാവർക്കും ഭയങ്കര നഷ്ടം വന്നു എന്നുള്ളത്. വെറും കരച്ചില്ല. കാരണം ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റാണെന്ന് പറയാൻ കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ക്യൂവിൻ്റെ ഇൻ്റർവ്യൂവിലാന്ന് തോന്നുന്നുണ്ട് ഷേണൈസ് തിയേറ്ററിൻ്റെ ഉടമ വരെ പറഞ്ഞു 4 ആഴ്ച കൊണ്ട് ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട കളക്ഷനാണ് എമ്പുരാൻ ഒരാഴ്ച കൊണ്ട് നേടിയെന്നുള്ളത്. അതേപോലെ തന്നെ തിയേറ്റർ അസോസിയേഷൻ എമ്പുരാൻ റിലീസ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞു അവരുടെ കുറേ കടബാധ്യതകൾ എമ്പുരാൻ മാറ്റി എന്നുള്ളത്. ഒരു ഫ്ലോപ്പ് സിനിമ അങ്ങനെ സംഭവിക്കുമോ? ഏകദേശം സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തരത്തിലും ഈ സിനിമ ഒരു ഗംഭീര വിജയം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റം. പക്ഷേ സിനിമയ്ക്കുള്ളിൽ കുറേ പോരായ്മകളുണ്ട് ആസ് എ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ. അത് പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രമുള്ള ആന്റണി പെരുമ്പാവൂരൊക്കെ മനസ്സിലാക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ 3-ാം ഭാഗം, അതായത് 3-ാം ഭാഗം വരുമ്പോൾ ഇതിലെന്തായാലും ആ കുറേ കാര്യങ്ങൾ മറികടക്കും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റീസെൻ്റ് ആയിട്ടുള്ള വിവരം സത്യമാണെന്ന് അറിയില്ല. ഫൈറ്റ് മാസ്റ്റർ മാറ്റെന്ന് പറയുന്നുണ്ട്, മ്യൂസിക് ഡയറക്ടർ മാറ്റെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടും നല്ല തന്നെയാണ്. അതിനെപ്പറ്റി നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൊന്നും നമ്മൾ സെൻറ്റിമെൻറ്റ്സോ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയും എമ്പുരാൻ 3 വരുമ്പോൾ ഇതൊരു ഗംഭീര ഒരു സംഭവം തന്നെയായിരിക്കും. ഈ ഹിറ്റിനെയും മറികടക്കാൻ ഞാൻ അന്നും പറഞ്ഞു ലിയോൻ്റെ FD കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ഒരേ ഒരു സിനിമയ്ക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ, അത് എമ്പുരാനാണ്. അത് ബ്രേക്ക് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ മാർക്കറ്റ് മലയാളത്തിൽ അതിനെ ഭേദിക്കാൻ ഒരാളുമില്ല. ആ യാഥാർത്ഥ്യം എല്ലാവരും എല്ലാവർക്കും മനസ്സിലാക്കിയാൽ നല്ലത്. അത്രേ ഉള്ളൂ. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അത് മോഹൻലാൽ വുഡാണ്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. അതിൽ ഞാൻ പറഞ്ഞ സ്റ്റാർഡം ആൻഡ് ബോക്സ് ഓഫീസ് പവറാണ്. അത് നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടുള്ള ചരിത്രം ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ആൾക്കുള്ള ഫാൻ ബേസും മനസ്സിലാവും, ആളുടെ ഒരു സ്ട്രോങ് പവറും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ടോപ്പ് ലെവലിൽ കൊടി കുത്തി നിൽക്കുന്നത് നമ്മുടെ ലാലേട്ടനാണ്, എമ്പുരാനാണ്.